വിഷു ആയല്ലോ, നാളെയല്ലേ വിഷു. അപ്പോൾ വിഷു പ്രമാണിച്ച് നമുക്ക് ഇന്ന് തന്നെ ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടാക്കി വെക്കാം, കണി വെക്കണം. പിന്നെ എല്ലാ ആൾക്കാരും വിഷുവിൻ്റെ തിരക്കിലായിരിക്കുമല്ലോ. ഞങ്ങളും പുറത്ത് പോയി എല്ലാ സാധനങ്ങളും വാങ്ങി, ഇല വാങ്ങി വെച്ചിട്ട് ഇതാ ഇവിടെ കണ്ടോ, ഇത് ഞങ്ങളെ ഇലയാണ്, ചോറിനാനുള്ള ഇല. കൊന്നപ്പൂ വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചിക്കറിയൊക്കെ ഇന്ന് തന്നെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാണ് മാങ്ങ, കായ, ചേന, ഇതൊക്കെ കൂട്ടുകറിക്ക് വേണ്ട സാധനങ്ങളാണ്. പിന്നെ കടല വെള്ളത്തിലിട്ടിട്ടുണ്ട് കൂട്ടുകറിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും ആക്കി വെച്ചു. അപ്പോൾ ഇഞ്ചിക്കറി ഇപ്പം തന്നെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇഞ്ചിക്കറി ഉണ്ടാക്കുന്ന വിധം നിങ്ങളെയൊന്ന് കാണിക്കാം. ഇത് പ്രോപ്പറായ ഇതിലൊന്നും അല്ല ഉണ്ടാക്കുന്നത്, ഞാനൊരു ഈസി വേയിലാണ്. ഇങ്ങനെയല്ലല്ലോ എന്ന് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഞാനൊരു എളുപ്പ വഴി കൂടിയാണ് ഉണ്ടാക്കുന്നത്, പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള. പക്ഷെ ടേസ്റ്റ് ഉണ്ടാവും. ആദ്യം എണ്ണ അടുപ്പത്ത് വെക്കുക, വെളിച്ചെണ്ണ ഒരു പാത്രത്തിൽ അടുപ്പത്ത് വെച്ചു. ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് ചെറിയ പാത്രത്തിൽ കടുകിട്ടു. കടുക് പൊട്ടി വരുന്നേ ഉള്ളൂ. അങ്ങനെയുള്ള പരന്ന പാത്രങ്ങളിൽ കടുക് വെക്കുന്ന സമയത്ത് നമുക്ക് കടുവിനെ അടച്ചു വെച്ചാൽ അത് തെറിച്ച് നഷ്ടപ്പെട്ടു പോകില്ല. അല്ലെങ്കിൽ പകുതിയും പുറത്തേക്ക് തെറിച്ച് പോവും. അപ്പോൾ അതിലേക്ക് ഉണക്കമുളക്, കറിവേപ്പില, അതിലേക്ക് ഇഞ്ചി നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇഞ്ചി ചതച്ച് വെച്ചത്. അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കാം. അല്ലാതെ ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട, കുറച്ചൊന്ന് ഒരു പച്ചമണം പോകാൻ വേണ്ടി മാത്രം ഒന്ന് വറുത്തെടുക്കും. നമ്മളിതിൽ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ കഴുകിയെടുക്കും കേട്ടോ, അത് കളയില്ല. നമ്മൾ ഇഞ്ചിൻ്റെ അംശങ്ങളൊക്കെ ഇതിനകത്ത് കഴുകിയെടുക്കും. നമ്മൾ ഇഞ്ചി ഇങ്ങനെ വറുക്കുക കുറച്ച് സമയം. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കൂടുതൽ ചേർക്കാം, കാരണം പുളിയാണല്ലോ. അപ്പം കുറച്ച് എരിവ് വേണ്ടി വരും. മുളക് പൊടി, ഇത് ചേർത്തിട്ട് ഒന്ന് നല്ലോണം ആ മുളക് പൊടി ഒന്ന് അതിൻ്റെ എന്താ പറയുക പച്ച ഇത് പോകുന്ന വരെ ഒന്ന്. ആ സമയം കൊണ്ട് നമ്മളിവിടെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ പുളി പിഴിഞ്ഞ് നമുക്ക് വെള്ളം ഉണ്ടാക്കി വെക്കാം നേരത്തെ കാലത്ത് തന്നെ. ഞാൻ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടില്ല, ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുകയായിരുന്നു. അപ്പം നമ്മൾ ഈ ഇഞ്ചിയിലേക്ക് ഈ വെള്ളം ഇങ്ങനെ ഒഴിക്കും. ഇതൊക്കെ എളുപ്പപ്പണിയാണ് കേട്ടോ. പിഴിഞ്ഞൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിലൊക്കെ കാണിക്കാൻ പറ്റും. സാധാരണ ഇങ്ങനെ പുളി പിഴിഞ്ഞൊന്നും ആരും കാണിക്കില്ല. കൈ കൊണ്ട് ഇങ്ങനെ പിഴിയുമ്പോൾ ചില ആൾക്കാരേക്കും അയ്യോ അങ്ങനെ. അപ്പോൾ പിഴിഞ്ഞൊക്കെ വെള്ളം നമ്മളുടെ ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് പറയും ഇഞ്ചി ഇങ്ങനെ അയക്കുമ്പോൾ നമ്മളതിലേക്ക് ഈ പുളിവെള്ളം ഒഴിക്കുന്നത് മാത്രമേ കാണിക്കുള്ളൂ. ഇങ്ങനെ പിഴിയുക. മറന്നുപോയി, ഇതിൽ ഈ ഇഞ്ചീൻ്റെ ഒക്കെ ഇതിനകത്തുള്ളത് കൊണ്ട് ഇത് കഴുകിയിട്ടും കുറച്ച് വെള്ളം നമുക്കിതിലേക്ക് ഒഴിക്കാം. ഇതൊക്കെ കൈ കൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത്. കൈ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ കൈയാണ്. പിന്നെ കൈ കൊണ്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് സത്യം പറഞ്ഞാൽ കടുവൊക്കെ നമ്മൾ കൈ കൊണ്ട് എടുക്കുമ്പോഴാണ് നമുക്ക് ആ അളവ് കറക്റ്റായിട്ട് തോന്നുന്നത്. ഉപ്പുമൊക്കെ സ്പൂൺ കൊണ്ട് ഇടുമ്പോൾ നമുക്കൊരു ചില സാധനങ്ങൾ കേട്ടോ, മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ നമ്മൾ സ്പൂൺ കൊണ്ട് ഇടും. പക്ഷേ ഉപ്പ് നമുക്ക് കൈ കൊണ്ട് ഇടുമ്പോഴാണ്. അപ്പോൾ വീണ്ടും ഈ പുളീൻ്റെ രണ്ട് പ്രാവശ്യം പിഴിഞ്ഞ് കഴിഞ്ഞാൽ പുളീനെ വീണ്ടും നമ്മളൊന്നും കൂടി ഇങ്ങനെ നന്നായിട്ട് ഞമണ്ടി പിഴിഞ്ഞ് അതിൻ്റെ ഫുൾ പുളി കിട്ടുന്നവരെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക. ആ സമയം കൊണ്ട് ഇതിങ്ങനെ തിളക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, അത് മറന്നു പോകരുത്. ഇത് നന്നായിട്ട് പുളിവെള്ളം ആയതുകൊണ്ട് ഇത് കുറച്ച് നല്ലോണം ഉപ്പും എരിവും ഒക്കെ വേണം, എന്നാലും മാത്രമേ ഇഞ്ചിക്കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പുളിയിഞ്ചിയെന്നും ഇഞ്ചിക്കറിയെന്നും പറയും, ചില ആൾക്കാർ പുളിയിഞ്ചി എന്ന് പറയും. അപ്പോൾ അതിൽ ഏതോ ഒന്നിൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, ഏതോ ഒന്നിൽ കുറച്ച് ശർക്കരയും കൂടി ആഡ് ചെയ്തിട്ട് മധുരമുള്ള ഇതായിരിക്കും. സദ്യക്കൊക്കെ കിട്ടുന്ന ഇത് ഉപ്പാട്ടോ. സദ്യക്കൊക്കെ കിട്ടുന്ന പുളിയിഞ്ചിയിൽ
പുളിയിഞ്ചിന്നോ ഇഞ്ചിക്കറിയോ എന്തായാലും അതിൽ മധുരം ചേർത്തിട്ടുണ്ടാവും, ശർക്കര ചേർത്തിട്ട്. ഞാനും അങ്ങനെ ഉണ്ടാക്കാറുണ്ട് ചില സമയത്ത്. പക്ഷെ ഇപ്പം ഉണ്ടാക്കുന്നത് വെറും പുളി മാത്രം ചേർത്തിട്ടുള്ള ഇഞ്ചിക്കറിയാണ്. അതാണ് സദ്യക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടം. അതുകൊണ്ട് ഇതിനകത്ത് മധുരം ആഡ് ചെയ്യുന്നില്ല ഇപ്പോൾ. ഇനി ഇത് ഇങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് ചെറിയ തീയിൽ ആദ്യം ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് തിളക്കണം. തിളച്ചതിന് ശേഷം പിന്നെ ചെറിയ തീയിൽ വെച്ചിട്ട് അതൊന്ന് ഇത് കണ്ടോ, ഇപ്പം വെറും വെള്ളമാണ്. അങ്ങനെ അല്ലാതെ അത് കുറുകിയിട്ട് നല്ല ഇഞ്ചിക്കറി എന്ന് പറയുമ്പോൾ അങ്ങനെ എന്താ പറയുക, ചെറിയ ഒരളവിൽ കൊഴുത്തിട്ടല്ലേ ഉണ്ടാവുക, അതുപോലെ ആയി വരണം. അപ്പോൾ ഇതവിടെ നിന്നിട്ട് തിളക്കട്ടെ. അതിന് ചെറിയൊരു പോസിടാം. അങ്ങനെ നമ്മളുടെ ഇഞ്ചിക്കറി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, നന്നായിട്ട് തുള്ളി തിളക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇടക്കിടക്കൊന്നും ഇങ്ങനെ ഇളക്കിയൊക്കെ നോക്കുക. എന്നിട്ടത് നന്നായിട്ട് കുറുകി വരണം. കുറുകി വരാൻ ശരിക്കും അത് വാങ്ങി വെച്ചതിന് ശേഷം കുറച്ചും കൂടി നമ്മൾ തീ ഓഫായി കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്വന്തമായിട്ട് കുറുകി വരും. തീരെ കട്ട പോലെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം വറ്റിക്കാം. അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നേരം തിളച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല ഇഞ്ചിക്കറീൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടോ, അടുപ്പ് കാണുമ്പോൾ നല്ല തിളക്കുന്നത്. ഇത് നമുക്ക് ഓഫാക്കാൻ പറ്റും. എന്നിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം നാളത്തേക്ക് അത് നല്ല പാകത്തിനുള്ള അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് വരുന്നുണ്ടാവും. നല്ല ടേസ്റ്റുള്ള മധുരമുള്ള ഇഞ്ചിക്കറി അല്ല ഇത് പുളിയുള്ള ഇഞ്ചിക്കറിയാണ്. അപ്പോൾ ഈ ഇഞ്ചിക്കറി ഉണ്ടാക്കുന്ന എളുപ്പ വഴിയാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫിനിഷിങ് വരെ ഞാൻ കാണിക്കുന്നില്ല. ഇത് ഓഫാക്കട്ടെ. കുറച്ചും കൂടി ഇത് വെള്ളം വറ്റിയതിന് ശേഷമാണ് ഓഫാക്കുക. അപ്പോഴത്തേക്കും ഞങ്ങൾ ബ്രെഡ് കഴിക്കാനുള്ള ബ്രെഡ് റോസ്റ്റാണിത്. ഇവിടെയുള്ള നല്ല മനോഹരമായ നെയ്യ് കൊണ്ട് റോസ്റ്റ് ചെയ്ത ബ്രെഡാണിത്. ബ്രെഡ് കഴിക്കട്ടെ. ഇത് കഴിഞ്ഞ് ബാക്കി കുറച്ചും കൂടി പണികളുണ്ട്. ഈ മാങ്ങ മുറിച്ച് നമുക്കൊരു കടുമാങ്ങ ഉണ്ടാക്കണം. നാളത്തേക്ക് വേണ്ടിയിട്ട് കടുമാങ്ങ അച്ചാർ ഉണ്ടാക്കി വെക്കണം. അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞിട്ട് നാളെ രാവിലെ എണീക്കണം, കുളിക്കണം, റെഡിയാവണം, അമ്പലത്തിലേക്ക് പോകണം, അമ്പലത്തിലെ വിഷുക്കണി കാണണം. അങ്ങനെ പണികളൊക്കെ ഉണ്ട്. പിന്നെ വന്ന് സദ്യ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം ഉച്ചക്കത്തേത്. അങ്ങനെ എല്ലാവർക്കും വിഷു ആശംസകൾ. ഇത് കാണുന്ന എല്ലാ ആളുകൾക്കും ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരുടെയും വക വിഷു ആശംസകൾ.